നമസ്തേ, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ജന്മനക്ഷത്ര കല്ലുകൾ, ബർത്ത് സ്റ്റോൺസ്, ഭാഗ്യ നക്ഷത്ര കല്ലുകൾ, ലക്കി സ്റ്റോൺസ്. ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ രത്നങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, നമ്മൾ ധരിക്കണമുണ്ട്, എന്താ പറയുക, വല്ല ഗുണം നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും. തന്നെയല്ല, ഞാൻ ചില ജ്യോതിഷ ഗ്രൂപ്പുകളിലൊക്കെ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്ത കാര്യം കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ അത് കമൻറ്റ് രൂപത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ തിരിച്ചുള്ള റിപ്ലൈ കണ്ടിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് നമുക്ക് എന്തോ അറിയാവുന്ന ആളാണ് എന്നുള്ള ഒരു തോന്നലിൻ്റെ ഇത് കൊണ്ടായിരിക്കാം ധാരാളം ആളുകൾ മെസ്സഞ്ചറിലേക്ക് ഇൻഡിവിജ്വലായിട്ട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. എൻ്റെ സമയം പോലെ അതിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. അതിൽ കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ 19 പേരാണ് ഈ രത്നങ്ങളെ പറ്റി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ആധാരമാണ്. ആദ്യമായിട്ട് എന്താ പറയുക, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞവർ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യമേ തന്നെ ഏത് രത്നം ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങളുടെ റൈറ്റാണ്. ആ റൈറ്റിനെ ചോദ്യം ചെയ്യാൻ എനിക്കൊരു റൈറ്റും ഇല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ധരിച്ചിരിക്കുന്ന രത്നം എനിക്ക് ചേർന്നതാണോ, എനിക്ക് ഈ രത്നം ധരിക്കാമോ, ഞാനിത് ധരിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്താ പറയുക ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളും കൂടി നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി അവസാനം വരെ കാണാൻ ഒന്ന് ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുള്ളൂ. അല്ലാതെ വെറുതെ ഓടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ കളയൂ എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയവും സൗകര്യമുള്ളവർ മാത്രം ഇപ്പോൾ കാണുക, അല്ലാത്തവർ സമയമുള്ളപ്പോൾ മാത്രം ഇതെടുത്ത് കാണാനുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി വിഷയത്തിലേക്ക് കിടക്കുന്നു, രത്നങ്ങൾ. അപ്പോൾ എന്താ പറയുക, എന്നോട് ഞാൻ പറഞ്ഞു 19 പേര് എന്നോട് ചോദിച്ചു, പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ രത്നങ്ങളെ പറ്റി. അതിൽ കൂടുതൽ ആളുകളും ചോദിച്ചിരിക്കുന്നത് എൻ്റെ രത്നം ഏതാണ്, എൻ്റെ നക്ഷത്രം ഇതാണ്, എനിക്ക് ചേർന്ന രത്നം ഇതാണോ, എൻ്റെ രത്നം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുക. അങ്ങനെ ഒരാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അങ്ങനെ ഒരു രത്നം ഇല്ല, അതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് ചേർന്ന രത്നം, എൻ്റെ നക്ഷത്രം ഇതാണ്, എനിക്ക് ചേർന്ന നക്ഷത്രം ഇതാണോ എന്ന്, എനിക്ക് ചേർന്ന രത്നം ഇതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ല, അങ്ങനെ ഒരു രത്നം ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു, ഒരു ഫിസിഷ്യനെ കാണാൻ പോകുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയാമെന്ന് വിചാരിക്കുക, എന്താണ്, ഡോക്ടറെ എനിക്ക് പറ്റുന്ന ടോണിക്കുകളൊക്കെ ഒന്ന് എഴുതി തരാമോ, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ ഒന്ന് എഴുതി തന്നേ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എഴുതി തരുമോ നിങ്ങൾക്ക്? നല്ലൊരു ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതി തരില്ല. എന്താ കാരണം, ഈ ടോണിക്ക് എഴുതി കൊടുക്കുക, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, വൈറ്റമിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അതിനാവശ്യമുള്ളവർക്ക് മതി. സാധാരണ ആഹാരം കഴിക്കുന്ന, നല്ല എന്താ പറയുക, വ്യായാമമുള്ള അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ടോണിക്കിൻ്റെ ആവശ്യമില്ല, വൈറ്റമിൻ ടാബ്ലറ്റ്സിൻ്റെ ആവശ്യമില്ല. അത് ആവശ്യമുള്ളവർക്ക് മതി. അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് രത്നങ്ങൾ. എല്ലാവർക്കും രത്നം ധരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് ധരിച്ചില്ല എന്ന് കരുതി ഒരു ചുക്കും സംഭവിക്കില്ല. ധരിച്ചാലോ പലതും സംഭവിച്ചു എന്ന് വരും, നമുക്ക് ചേർന്നത് അല്ലെങ്കിൽ. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ എന്തിനാണ് ഈ രത്നം ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വളരെ ലഘുവായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാനത് വ്യക്തമാക്കി തരാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വാഴ നട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വാഴ നട്ടു, നനച്ചു, വളമൊക്കെ ഇട്ട് വാഴ വലുതായി, വാഴ കൊലച്ചു എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. വാഴ കൊലച്ചത് കൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ കൊല മൂത്ത് വെട്ടിയെടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്താ കാരണം? കാരണം പല കാരണങ്ങൾ കൊണ്ടും ഈ വാഴ അല്ലെങ്കിൽ കൊല ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കാറ്റ് വരാം, മഴ വരാം, ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ വാഴയ്ക്കൊരു ഊന്ന് കൊടുക്കും, ഈ കൊലയ്ക്ക് ഒരു ഊന്ന് കൊടുക്കും. അപ്പോൾ ഈ ഊന്ന് എന്താ ചെയ്യുന്നത്? ഈ കൊലയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ ഈ ഊന്ന് കൊലയെ ഉണ്ടാക്കി തരുമോ? ഇല്ല. കൊല അവിടെ ഉണ്ടെങ്കിലാണ് ഊന്ന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെയാണ് ഈ സ്റ്റോൺസ്. അത് ബർത്ത് സ്റ്റോൺ ആയാലും ശരി, ലക്കി സ്റ്റോൺസ് ആയാലും ശരി, അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റോൺസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് സ്റ്റോൺ എത്ര രൂപ കൊടുത്ത് മേടിച്ചാലും, അല്ലെങ്കിൽ ഏത് വലിയ ജ്യോതിഷ പണ്ഡിതൻ നിർദ്ദേശിച്ച സ്റ്റോൺ ആണെങ്കിലും, എത്ര വലിയ ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച സ്റ്റോൺ ആണെങ്കിലും, ഇത് മാന്ത്രിക കല്ലൊന്നുമല്ല. ഇല്ലാത്ത യാതൊന്നും ഈ കല്ല് ഉണ്ടാക്കി തരത്തില്ല. നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടാനുള്ള യോഗം ഗ്രഹനില പ്രകാരം ഉണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടിങ്, അതിനൊരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന നിലയിൽ മാത്രമാണ് ഈ രത്നങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഈ രത്നങ്ങൾ എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്? അതിന് കുറേ പാറ്റേൺസ്, അതായത് 2-3-4 രീതികൾ പലവരും ഫോളോ ചെയ്യാറുണ്ട്. ചിലവരൊക്കെ സ്വയം എന്താ പറയുക, ഈ ചികിത്സിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ നെറ്റിലൊക്കെ പോയിട്ട് അടിച്ചു കൊടുക്കും.
ഇല്ലേ? നമ്മൾ ഈ സോഡിയാക് സയൻസ് എന്ന് പറയില്ലേ, സൂര്യരാശി, വിർഗോ, ലിയോ, കേട്ടല്ലേ നിങ്ങളങ്ങനെ, സ്കോർപ്പിയോ എല്ലാം കേട്ടല്ലേ? അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഇന്ന രത്നമാണെന്ന് പറയും. പക്ഷേ അതൊന്നും അത്ര എന്താ പറയുക, ഒരു 100% അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. അതിനൊക്കെ പല ഉണ്ട്. പിന്നീട് വരുന്നത് ഇപ്പോൾ ഇതേതാം മാസം, ജാനുവരി. ബർത്ത് സ്റ്റോൺ ഫോർ ജാനുവരി മന്ത് പീപ്പിൾ എന്ന് അടിച്ചു കൊടുക്കുക, ക്ഷമിക്കുക. അപ്പോൾ ഗാർനെറ്റ് എന്ന് പറയാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി മാസത്തിൽ ജനിച്ച എല്ലാവർക്കും ഉള്ള സ്റ്റോൺ ഗാർനെറ്റ്, ഫെബ്രുവരി മാസത്തിലുള്ള എല്ലാവർക്കും ഉള്ള സ്റ്റോൺ അമിത്യസ്റ്റ്, അടുത്ത മാർച്ച് മാസത്തിലാണെങ്കിൽ അക്വാമറൈൻ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതും ശുദ്ധ മണ്ടത്തരാണ്. ജനുവരി മാസത്തിൽ ജനിച്ച എല്ലാവർക്കും എങ്ങനെയാണ് ഗാർനെറ്റ് ശരിയാവുക? അതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ ശരിയാവുന്നത്? ഇനി അടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജാതകം മൊത്തം അനലൈസ് ചെയ്ത് അതിൽ ഏത് ഗ്രഹമാണോ ബലക്കുറവുള്ളത് ആ ഗ്രഹത്തെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ആ ഗ്രഹത്തിന് പറ്റുന്ന രത്നം ധരിക്കുകയാണെങ്കിൽ ഈ ജാതകന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ എന്ന് നോക്കും. എങ്കിൽ അങ്ങനെ കൊടുക്കും. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും രത്നം ധരിക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ള ആൾക്ക് മാത്രം ധരിച്ചാൽ മതി. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. കർക്കിടക ലഗ്നത്തിൽ ഒരാൾ ജനിച്ചു വന്നിരിക്കുക. അപ്പോൾ കർക്കിടക ലഗ്നത്തിന് ലഗ്നാധിപൻ ആരാണ്? ചന്ദ്രനാണ്. ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രം രോഹിണിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചന്ദ്രൻ എവിടെ നിൽക്കുക? ഇടവത്തിലായിരിക്കും, ഇടവക്കൂറായിരിക്കും രോഹിണി നക്ഷത്രം. അപ്പോൾ കർക്കിടക ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ലഗ്നാധിപൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇടവത്തിൽ. ഇടവം എന്ന് പറയുന്നത് 11ാം ഭാവമാണ്. അപ്പോൾ ലഗ്നാധിപൻ 11ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിശേഷ യോഗമാണ്. കാരണം ഇദ്ദേഹത്തിന് ദാരിദ്ര്യം ഉണ്ടാവില്ല. ഈ പണം ഇദ്ദേഹത്തിന് എപ്പോഴായാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല സൈഡിലും. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും ചെന്ന് പെട്ടു എന്ന് വിചാരിക്കുക, 10 പൈസ കയ്യില്ല എന്ന് വിചാരിക്കുക, ആരെങ്കിലും അവിടെ വരും ഇദ്ദേഹത്തെ സഹായിക്കാൻ. അപ്പോൾ പണത്തിന് ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പല രീതിയിൽ കൂടെ ഇദ്ദേഹത്തിന് പണം വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലഗ്നാധിപൻ 11ൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ചോദിക്കും, അങ്ങനെയായിരിക്കും. അപ്പോൾ ലഗ്നാധിപൻ്റെ രത്നം ഇദ്ദേഹത്തിന് ധരിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ. പിന്നെ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിങ്, അതായത് യോഗകാരകൻ കർക്കിടക ആൾക്ക് കുജനാണ്, ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വ നിൽക്കുന്നത് കർക്കിടകത്തിൽ തന്നെയാണെന്ന് വിചാരിക്കുക. നീചരാശിയാണെങ്കിലും നീചത്തിന് ഭംഗം വന്ന് നീചഭംഗ രാജയോഗത്തോടു കൂടിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ചക്രവർത്തി യോഗം എന്നാണ് പറയുക. ചക്രവർത്തി യോഗം എന്ന് പറഞ്ഞാൽ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ കഴിഞ്ഞാൽ അടുത്ത യോഗമാണ്. പുരുഷയോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശശമഹായോഗം, മാളവ്യ യോഗം, ഭദ്രായോഗം, രുചകയോഗം കേട്ടല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ് ഈ നീചഭംഗ രാജയോഗം. ചക്രവർത്തി യോഗം എന്നുകൂടി അതിന് പേരുണ്ട്. അതിൻ്റെ ഇത് പറയുന്നത് വിലങ്ങിട്ട് കഴിഞ്ഞാൽ വിലങ്ങ് ഊരിപ്പോകുന്ന പറയുന്നത്. അതായത് അത്രയും ദുർഘടമായ ഇതിൽ ഈ ജാതകൻ പെട്ടാലും അദ്ദേഹം കരകയറിപ്പോരും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കുജനെ ബലപ്പെടുത്താൻ പൗഴം ധരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. കർക്കിടക ലഗ്നത്തിൻ്റെ ഭാഗ്യാധിപൻ വ്യാഴമാണ്. ആ വ്യാഴം ഉച്ചത്തിൽ നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ആ സ്റ്റോണും അല്ലെങ്കിൽ എന്താ പറയുക പുഷ്യരാഗവും ധരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ജാതകകാരന് യാതൊരുവിധ രത്നവും ധരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും നേടാം. ഇദ്ദേഹം എന്തെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ എന്താ പറയുക നെഗറ്റീവിലേക്കാണ് പോകുള്ളൂ. ഇനി കുറച്ച് ഡസ്റ്റിൻ്റെ അലർജി ഉണ്ടാവുകൊണ്ടാണ്, ക്ഷമിക്കുക. ചിങ്ങലഗ്നത്തിൽ ഒരാൾ ജനിച്ചു എന്ന് വിചാരിക്കുക. ലഗ്നാധിപൻ, ചിങ്ങലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ രവിയാണ്, സൂര്യനാണ്. ആ സൂര്യൻ നിൽക്കുന്നത്, ഇദ്ദേഹം ജനിച്ച് തുലാമാസത്തിലാണെന്ന് വിചാരിക്കുക. തുലാമാസത്തിലാണ് ജനിച്ചതെന്ന് അർത്ഥം എന്താണ്? സൂര്യൻ തുലാത്തിലാണെന്നാണ് അർത്ഥം. ഇതേതാ മാസം? ഇതിപ്പോൾ എന്താ പറയുക ധനുമാസമാണ്. ധനുമാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂര്യൻ ധനുമാസത്തിലാണ്, ധനുരാശിയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ തുലാമാസത്തിൽ ജനിച്ച ഒരാൾക്ക് ചിങ്ങലഗ്നമാണ്, ലഗ്നാധിപൻ സൂര്യനാണ്. സൂര്യൻ നിൽക്കുന്ന എവിടെയാണ്? സഹായ സ്ഥാനമായ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ അത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ്, ഫലം ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. എന്തൊക്കെ ചെയ്താലും ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ല, എന്തെങ്കിലും തടസ്സം വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ സൂര്യനെ നമ്മൾ കുറച്ച് ബൂസ്റ്റ് ചെയ്യുക. റൂബി, മാണിക്യം ധരിച്ച് അദ്ദേഹത്തിന് പോകാം. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ. ഇപ്പോൾ 1, 2, 3 രീതികൾ. 4ാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു രസമാണ്. അതാണ് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്. ജ്വല്ലറിക്കാരെല്ലാവരും ഫോളോ ചെയ്യുന്നത് അതാണ്. എല്ലാ ജ്വല്ലറിയിലും A4ൻ്റെ ഒരു ഒരു ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ നക്ഷത്രത്തിന് ഇന്ന കല്ല് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? അതൊക്കെ നോക്കിയിട്ടാവും ചിലവർ മേടിച്ചിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത് അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങൾക്ക് വൈഡൂര്യം, കാറ്റ്സൈ
അടുത്ത നക്ഷത്രം ഭരണി, കാർത്തിക, ഭരണി, പൂരം, പൂരാടം നക്ഷത്രങ്ങൾക്ക് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രങ്ങൾക്ക് ചെമ്പവിഴം, റെഡ് കോർ. അടുത്തത് രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രങ്ങൾക്ക് പേള്. കണ്ടിട്ടില്ല നിങ്ങൾ? എല്ലാ ജ്വല്ലറികളും ഉണ്ട്. ഇതനുസരിച്ചാണ് നിങ്ങൾ ധരിക്കണമെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാ രോഹിണി, അത്തം, തിരുവോണം. ഈ നക്ഷത്രങ്ങൾക്ക് ഏതാണ് സ്റ്റോൺ പറഞ്ഞത്? പേള്. ഈ പേള് തന്നെ 3 തരത്തിലുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പേള് നാച്ചുറൽ പേള് എന്നാണ് പറയുക. നാച്ചുറൽ പേൾ എന്ന് വെച്ചാൽ നൽമുത്ത് എന്ന് പറയുക. അത് നല്ലതാണ്, ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ഈ മുത്തുണ്ടാവുക? മുത്ത് ചിപ്പിയുടെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ജ്യോതിഷ വിശ്വാസപ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം, ചോതി നക്ഷത്ര ദിവസം പെയ്യുന്ന മഴത്തുള്ളി ഈ ചിപ്പിയുടെ ഉള്ളിൽ വീണ് ആ മഴത്തുള്ളിയാണ് മുത്തായിട്ട് ചിപ്പിയുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്നത്. അതാണ് നാച്ചുറൽ പേള് അല്ലെങ്കിൽ നൽമുത്ത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന നാച്ചുറൽ പേള് ഈ ചോതി നക്ഷത്ര ദിവസമാണോ മഴ പെയ്തുണ്ടായെന്ന് നമ്മളിങ്ങനെ അറിയാം? ഒന്ന്. രണ്ടാമത്തെയാണ് കൾച്ചേർഡ് പേൾ എന്ന് പറയും. കൾച്ചേർഡ് പേൾ എന്ന് വെച്ചാൽ ഈ മുത്തുകൾ കൃഷി ചെയ്യുക. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവും. ഉണ്ട്, യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ചിപ്പിയെ വളർത്തിയിട്ട് ഈ ചിപ്പിക്ക് എന്ത് കൊടുക്കും? ചെറിയ മണൽത്തരിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ തരി ഇട്ട് കൊടുക്കും. ചിപ്പി ഇത് എന്താ പറയുക, സക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് കുറേ സ്രവങ്ങളുണ്ട്. ആ സ്രവം ഇതിനെ പൊതിയും. മണൽത്തരിയെ പൊതിഞ്ഞ് കാലാന്തരത്തിൽ ഒരു 7 മാസം 8 മാസം 9 മാസം ആകുമ്പോൾ ഇത് മുത്തായിട്ട് വരും. അങ്ങനെ എടുക്കുന്ന മുത്തുകളാണ് കൾച്ചേർഡ് പേൾ എന്ന് പറയും. പിന്നെ മുത്ത് കൃത്രിമമായിട്ട് ലാബുകൾ ഉണ്ടാക്കിയെടുക്കും. അത് സിന്തറ്റിക് പേൾ. അപ്പോൾ 3 തരത്തിലുള്ള പേൾ നിങ്ങൾക്ക് മനസ്സിലായി. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രങ്ങൾക്കുള്ളതാണ് പേൾ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല നാച്ചുറൽ പേളാണെങ്കിൽ ഷേപ്പ്ലെസ് ആയിരിക്കും. ഷേപ്പ് ഉണ്ടാവില്ല, ഏണേകോണേന്നായിരിക്കും ഇരിക്കുക. അത് അങ്ങനെ അറിയാൻ പറ്റും. പിന്നെ കൾച്ചേർഡ് പേളായാലും നാച്ചുറൽ പേളായാലും ഈ ചിപ്പി നാളെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ധരിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിന് എന്ത് പറ്റും? തേയ്മാനം വരും. ഓക്കെ, സിന്തറ്റിക് പേളിന് തേയ്മാനം വരില്ല. അപ്പോൾ മനസ്സിലാക്കാം അതിൻ്റെ ഗുണങ്ങൾ. പക്ഷേ കളറൊന്ന് ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? ഇനി നമ്മൾ ഈ ചാർട്ട് പോകുമ്പോൾ ലാസ്റ്റ് വരുന്നതാണ് പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങൾക്ക് ബ്ലൂ സഫയർ അഥവാ ഇന്ദ്രനീലമാണ് ധരിക്കാൻ ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു അനിഴ നക്ഷത്രകാരൻ പോയിട്ട് ഇന്ദ്രനീലം മേടിച്ച് ഇട്ടു എന്ന് വിചാരിക്കുക. നക്ഷത്രം അതാണല്ലോ പറയണത്. ഇദ്ദേഹം ജനിച്ചിരിക്കുന്ന കർക്കിടക ലഗ്നത്തിലാണെങ്കിലോ ഈ ഇട്ടിരിക്കുന്ന രത്നം എന്ന് പറയുന്നത് അഷ്ടമാധിപൻ്റെ രത്നമാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ ഇതിൽ ജ്യോതിഷം പഠിച്ചവർക്ക് അറിയാം അഷ്ടമാധിപൻ്റെ രത്നമൊക്കെ ഇട്ടാൽ എന്താ സംഭവിക്കുകയെന്ന്. അതായത് ഇദ്ദേഹം അപകടത്തിൽ ചെന്ന് വീഴുമല്ല, അപകടത്തെ ക്ഷണിച്ചു വരുത്താണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ തമാശയ്ക്ക് പറയാറില്ലേ, ആകാശത്തേക്കടെ ഉണ്ട പോകുമ്പോൾ ഏണി വെച്ച് കയറിക്കൊള്ളുക, ആ ഒരു കാറ്റഗറിയിൽ പെടും. അപ്പോൾ ഇതൊക്കെ നോക്കി നല്ലോണം വിശകലനം ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ചില ആളുകൾ ഈ ഈ ഡയമണ്ട് ധാരാളം ധരിക്കാറുണ്ട്. മൂക്കുത്തിയായിട്ട്, കമ്മലായിട്ട്, സെക്കൻഡ് സ്റ്റഡായിട്ട്, അല്ലേ? 4, 5, 6 കുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ചേർന്നതല്ല എന്നുണ്ടെങ്കിൽ ഈ ഡയമണ്ട് ആകർഷണീയത കൂട്ടുന്ന രത്നമാണ്. ഓക്കെ, ആകർഷണീയത കൂട്ടുമ്പോൾ എന്താ? പല പ്രശ്നങ്ങളും വരും. കുടുംബ ജീവിതത്തെ അത് ബാധിക്കും. ഓക്കെ, നിരന്തരമായിട്ട് തലവേദനകൾ വരാം. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലാരിറ്റീസ് വളരെ കോമൺ ആയിരിക്കും. ഇത് ധരിച്ചു കഴിഞ്ഞാൽ, ഈ ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചേരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പവിഴം ധരിച്ചു കഴിഞ്ഞാൽ തലവേദന വിട്ടുമാറില്ല ചിലവർക്ക് എന്താ പറയുക, മുടി കൊഴിയും. കണ്ടമാനം മുടി ഇങ്ങനെ കൊഴിഞ്ഞ് പോകും. നമ്മൾ ആദ്യം കാര്യമാക്കില്ല, പക്ഷേ അത് ഇതുകൊണ്ടാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വിശകലനം ചെയ്ത് ആവശ്യമുള്ളവർ മാത്രം ധരിക്കുക. ഇത് ധരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ധരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആസ്ട്രോലൈഫ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.